നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതല്ല ചാരിറ്റി. നമ്മൾ നമുക്ക് വേണ്ടി പരിഗണിക്കുന്ന, നമുക്ക് അത്രയും ഇഷ്ടമുള്ള ആവശ്യമുള്ള അതേ കാര്യങ്ങൾ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടൊക്കെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഇത് ചാരിറ്റി ആവും അല്ലേ? പീസ് വില്ലേജ് കാണിക്കുന്ന മാതൃകയും അത് തന്നെയാണ്. സഹായം ചോദിച്ചെത്തുന്ന ആളുകൾക്ക് കടമ നിർവഹിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല. നമ്മൾ എന്താണോ നമുക്ക് പരിഗണിക്കുന്നത് അത് തന്നെയാണ് പീസ് വില്ലേജ് അവിടെ എത്തുന്നവർക്ക് കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ വൃദ്ധരായ ആളുകൾ ഒരു കുടുംബം പോലെ ഒരുമിച്ചാണ് പീസ് വില്ലേജിൽ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ പീസ് വില്ലേജ് ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളുടെ സ്നേഹവീട്, അനാഥരായ സ്ത്രീകളുടെ അഭയകേന്ദ്രം, ഫിസിയോ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ, സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, ഡയാലിസിസ് സെന്റർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, OP ക്ലിനിക്ക്, മെഡിക്കൽ ലാബ്, ഫാർമസി, കൗൺസിലിംഗ് സെന്റർ, ഇങ്ങനെ 23ഓളം വൈവിധ്യമാർന്ന പദ്ധതികൾ പീസ് വില്ലേജ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ പറ്റുകയാണെങ്കിൽ ഈ വെക്കേഷനിൽ, അതല്ലെങ്കിൽ അധികം താമസിയാതെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ കൂട്ടി പീസ് വില്ലേജ് കാണാൻ എത്തണം. നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഈ റമദാൻ മാസം. അപ്പൊ നിങ്ങളുടെ ചാരിറ്റിയിൽ 100എങ്കിലും 100, 100,000എങ്കിലും 100,000 നിങ്ങളെ കൊണ്ടാവുന്നത് പോലൊരു തുക പീസ് വില്ലേജിന് ഇപ്പൊ തന്നെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വെക്കണം. താങ്ക് യു.